ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പറയാം. എല്ലാവരും തലയിൽ കയ്യിൽ വെച്ചോ. എന്നിട്ട് നിങ്ങളുടെ എല്ലാ ശക്തിയും ഇന്ന് പുറത്തെടുത്ത് ശക്തിയോട് ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈശോ നിങ്ങളെ പ്രതി ആനന്ദിച്ച ദിവസമാണ്. ഈശോനെ ചിരിച്ച ദിവസമാണ് നിങ്ങളെ പ്രതി, നമ്മളെല്ലാവരെയും പ്രതി. അതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കാതെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കില്ല. എല്ലാവരും സൂചിച്ചേ ഈ മക്കളുടെ ഈ മക്കളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ എല്ലാം പിന്നീട് കണ്ടെത്തണം. ഈ അന്തകാലശക്തി മാറട്ടെ, സാവധാനങ്ങളെ വിട്ടുപോട്ടെ, അന്തകാലശക്തി മാറട്ടെ, അഭിഷേക അത്യ മതി മക്കളെ, മതി മതി. ഒന്ന് കൈയടിച്ച് എന്ന് പറഞ്ഞേ, ഒന്ന് കൈയടിച്ചോ. നിങ്ങൾ നിലനിർത്തി കഴിയുമ്പോൾ അതിന്റെ ഫലം എന്ത് കിട്ടി, എത്ര പറ. ഞങ്ങളൊക്കെ കൃഷിക്കാരാണ്, പഴയ കൃഷിക്കാർ. എത്ര പണം നെല്ല് കിട്ടി, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളിപ്പോൾ ദൈവത്തെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, എന്ത് നടന്നു ഇവിടെ എന്നറിയാൻ ഒരു ആഗ്രഹം ഉള്ള കയ്യൊന്ന് പൊക്കണ്ട. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഹല്ലേലൂയ പറയണം, ദർശനമാണ്. അതിലൊരു മായി ചേർക്കാനോ അല്ലെങ്കിൽ നുണ പറയണത് പിശാചാണ്. ഞാൻ കണ്ടു, നിങ്ങളെ നേരെയാക്കുന്ന വിഷയമാണ് ദൈവം കാണിച്ചത്. എന്റെ പുറകിലിരിക്കുന്ന ചേച്ചി ചേട്ടന്മാര്, സഹോദരി സഹോദരന്മാര് കേട്ടില്ലാന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരെയും അശുദ്ധികളിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു. അശുദ്ധികൾ നിർവീര്യമാക്കുന്ന ദർശനമാണ് ഞാൻ എന്റെ ദൈവം എനിക്ക് കാണിച്ചത്. കരങ്ങൾ ഉയർത്തി ഇത് നേരത്തെ കണ്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് നടുക്കിയ നമ്മൾ ബാക്കിലോട്ട്, അതുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞത്. ഹല്ലേലൂയ. വീണ്ടും പ്രശ്നം കണ്ടല്ലോ. എല്ലാം പെട്ടെന്ന് മറന്നു മക്കളെ. പി ജി ചെയ്യണം, മറുപടിയുടെ പി ജി ചെയ്യണം. ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളിലുള്ള അന്ധകാര ശക്തികളെ, തിന്മയുടെ ബന്ധനങ്ങളെ കർത്താവ് ചാട്ടവാറുകൊണ്ട് അശുദ്ധികളെ നിർവീര്യമാക്കി സാത്താനെ നിർവീര്യമാക്കുക. എന്റെ കർത്താവ് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അതേ നടക്കും. മഹത്വം നടക്കില്ല. രാവിലെ പറയാറുണ്ടെങ്കിൽ എന്തിനാ അമ്മ പറഞ്ഞേ? നിങ്ങളുടെ മനസ്സ് എവിടെയോ പോയി. ഹല്ലേലൂയ. ഞാൻ പറയാ, എല്ലാം നേരെയായിട്ട് ബ്രദർ കണ്ടു, തടസ്സങ്ങളൊക്കെ മാറ്റാൻ കണ്ടു. അയ്യോ, അപ്പൊ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്, ഞാൻ കാനഡയിലേക്ക് പോകുന്നത്, ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പരീക്ഷ വിജയിക്കുന്നത്, അല്ലെങ്കിൽ എൻട്രൻസ് എടുക്കുന്നത് ആസപ്പരമാണ് മക്കളെ. അത് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിനെ എത്രയോ നിസ്സാരമാണ്. അത് നിസ്സാരമാണ്. അതിനല്ല നമ്മൾ പാടുപെടേണ്ടത്, അതിനല്ല പ്രാർത്ഥിക്കേണ്ടത്. അതെല്ലാം പെസകയാണ്, അതെല്ലാം പെസകയാണ്, അതെല്ലാം കടന്നു പോകും. എന്നാൽ നിത്യജീവന് വേണ്ടി ഞാൻ നിങ്ങൾ പങ്കപ്പെടും. നിത്യജീവന് വേണ്ടി ഞാൻ നിങ്ങൾ പങ്കപ്പെടും. അതെല്ലാം ജീവൻ. അതെല്ലാം തരും, എല്ലാം തരും, എല്ലാം തരും, എല്ലാം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എന്റെ ചേട്ടൻ കസിൻ ബ്രദറാണ്. അദ്ദേഹത്തിന്റെ മകൻ നല്ല പഠിപ്പിച്ചാണ്. അദ്ദേഹം അതെ, ചേട്ടനും അതെ, ചേട്ടന്റെ മകനും അതെ. ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് അവരുടെ കണ്ണുകൾ. ഞാൻ എന്റെ ചേട്ടനായതുകൊണ്ട് അങ്ങനെ പറയുന്നല്ല, എന്റെ വ്യക്തമായ സത്യമാണ്. എപ്പോഴും പരിസരമായിരുന്നാലും അവരുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിപ്പിക്കാതെ എല്ലാ വചനങ്ങളും ഒപ്പിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മകൻ മറൈൻ എഞ്ചിനീയർ പഠിച്ചു. ഓസ്ട്രേലിയൻ ഷിപ്പിൽ തന്നെ മകൻ ജോലി കിട്ടുന്നു. ജോലി കിട്ടിയെങ്കിൽ പാവം എൻ്റെ വീട്ടിലങ്ങനത്തെ പണികളൊന്നും എടുത്ത് പരിചയമില്ലല്ലോ. അതുകൊണ്ട് എന്ത് പറ്റി, കയറി ഇറങ്ങുന്ന സമയത്ത് ഷിപ്പിന് പുതിയ സാധനങ്ങളൊക്കെ കയറേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെ വന്നു പോകും. കാര്യവേദന കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഇറക്കി വിടുന്നു.
പക്ഷേ എല്ലാവരുടെയും വിചാരം ഷിപ്പിന് ജോലി കിട്ടിയപ്പോൾ ഓസ്ട്രേലിയ ഷിപ്പിന് ജോലി കിട്ടിയിട്ട് പോവുകയും ആകെ പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏശയ്യാ 30:20 കഷ്ടതയുടെ ഒടുക്കത്തിന്റെ ചെലവ് നിന്റെ ഗുരു നിനക്ക് തന്നാലും നീ നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ ഗുരു നിന്നോട് പറയുകയാണ്, കഷ്ടതയുടെ ഒടുക്കത്തിന്റെ ചെലവ് നിന്റെ ഗുരു നിനക്ക് തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇന്ന് നീ കഷ്ടതയിലാണോ, ഇന്ന് നീ നിരാശയിലാണോ, ഇന്ന് നീ കാര്യത്തിലാണോ, ഇന്ന് കടഭാരത്തിലാണോ എങ്കിൽ നിന്റെ ഗുരു ഇപ്പോഴും നിന്ന് മാറിയിട്ടല്ലോ. ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടാണ് കർത്താവിനെ ഒരുക്കി ഓർക്കുന്നത്. സ്വർണ്ണം എങ്ങനെ മങ്ങിപ്പോയി? വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രകാരം 4 അധ്യായത്തിൽ സ്വർണ്ണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം സംഭവിച്ചു? ആ സ്വർണം എപ്രകാരമായിരുന്നു? ആ സ്വർണം അത്ര ഗ്ലാമറുണ്ടായിരുന്നോ, സൗന്ദര്യമുണ്ടായിരുന്നോ? എന്നാൽ ഉരുക്കി വാർക്കപ്പെട്ടപ്പോൾ, ഒത്തിരിയേറെ സഹനങ്ങൾ നേരിട്ടപ്പോൾ, ഒത്തിരിയേറെ വേദനകൾ, ആ സഹിക്ക് കർത്താവിന്റെ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മൂന്നാളുകളാൽ തീരെ കുറിക്കപ്പെട്ടപ്പോൾ അവരവിടെ കിടന്ന മത്സരത്തിന് എന്നെ നേടാനാ, നിന്നെ നേടാനാ, നമ്മളെ നേടാൻ വേണ്ടിട്ട് അവൻ ആനന്ദകരമാണ്. വേദന ഉണ്ടായെങ്കിലും, സഹനമുണ്ടായെങ്കിലും, സഹിപ്പുണ്ടായെങ്കിലും അവൻ ആ ഉള്ളിലുള്ള ആനന്ദിച്ചു. എന്റെ മക്കളെ നേടാനാ. യേശു നിനക്ക് വേണ്ടി യാഗമായി മാറിയതുപോലെ, യേശു നിനക്ക് വേണ്ടി പിളർന്ന് മരിച്ചതുപോലെ ഞാൻ നിങ്ങളും ഇത്രമാത്രം സഹനങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിന്റെ 7 അകലെ പോലെ എനിക്കോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കഷ്ടതയുടെ നീ ഇപ്പൊ കരയുന്നില്ലേ? വീടില്ല, ജോലിയില്ല, എന്റെ ഭർത്താവിന്റെ രോഗിയാണ്, ഇന്ന് കുറെ കരച്ചെല്ലാം കേട്ടു. നീ കേൾക്കും നിലവിളി. എന്നാൽ അപ്പത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന കർത്താവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള കാര്യം, ആ വ്യക്തമായ സത്യത്തെ മറക്കരുതേ. 1 കൊരിന്ത്യർ 3:16 ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു, നീ അറിയുന്നില്ലേ? ദൈവാത്മാവിനെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധമാണ്. ആ ആത്മാവ് നിങ്ങൾ തന്നെ. എനിക്ക് ജയമുണ്ട്. ജയം എന്ന് പറഞ്ഞ് ജയം ജയം ക്രിസ്തുരാജയ്ക്ക്, ജയം ജയം ക്രിസ്തുരാജയ്ക്ക്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കീഴിൽ, എന്റെ കർത്താവിന്റെ പക്ഷത്തിൽ ജയമുണ്ട്. അവൻ കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കുരിശിൽ ജയിച്ചവൻ, സകലങ്ങളെ തോൽപ്പിച്ചവൻ, തകർച്ചകളെ തോൽപ്പിച്ചവൻ, നമ്മുടെ പാപങ്ങളെ തോൽപ്പിച്ചവൻ, ഉയർന്നു പൊന്തിയ തിരമാലകളെ അവൻ കാൽ കീഴിലായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ട് കടലിന്റെ മേലെ നടന്നവനാണ് കർത്താവ്. എത്ര ശിഷ്യന്മാരുണ്ട് ഇവിടെ, എത്ര ശിഷ്യന്മാരുണ്ട്. എനിക്ക് നിങ്ങൾക്ക് കടലിന്റെ മേലെ നടക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പത്രോസിനെ നടത്തിയ കർത്താവ് നമ്മളെല്ലാവരും നടത്തില്ലേ? പത്രോസിന് എന്ത് സംഭവിച്ചു? ലോകത്തിലേക്ക് തിരിഞ്ഞു. കർത്താവ് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മൾ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്കൊരു പരസ്പര സ്നേഹ കൂട്ടായ്മയുണ്ടാകും. അവിടെ നിന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ പ്രകാശത്തിലേക്ക് വിളിക്കുമ്പോൾ തന്നെ നാളേക്ക് വരാൻ പറ്റുന്നില്ല. കല്യാണമുണ്ട്. നാളെ കൊച്ചിനെ വേദപാടുണ്ട്. അങ്ങനെയുണ്ടോ? വിട്ടോളോട്ടോ, പിള്ളേരെ പഠിപ്പിക്കണം, പോസ്റ്റുകാരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. അതാരെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ പോരണമെന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. നാളെ ചേട്ടൻ വീട്ടിലുള്ള ദിവസമാണ്. ചേട്ടന് ഞാനിലേക്ക് ശരിയാവില്ല കേട്ടോ. ഹല്ലേലൂയ. എന്തിനാ മക്കളെ ഈ ഇത്ര ഒരാഴ്ച മുഴുവനും വീട്ടില് ചേട്ടനാ മുഖം നോക്കിയിരുന്നു? കുറച്ചു നേരം കൂടുതലുണ്ടാവും ഞായറാഴ്ച സംഭവിച്ചു. എന്തിനാണ്? കുറച്ചു നേരം നോക്കി ഇരുന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആരും വയറ് ഭർത്താക്കന്മാരല്ലേ? കുറെ നേരം കഴിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്ക് തല്ലിൽ അവസാനിക്കുമോ? ഇല്ലേ? നല്ല മക്കളാണ് ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ലതാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടില് ഭർത്താവായാലും ഭാര്യയായാലും ഒന്നും മിണ്ടുന്നില്ല അല്ലേ? എപ്പോഴും ചിരിച്ചെന്നാ മിണ്ടുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഭാര്യ ഒന്ന് പറയുമ്പോൾ ഭർത്താവ് രണ്ട് പറയുമ്പോൾ ഭാര്യ എത്ര പറയുക?
അതന്നെ 4 വാക്ക്. 4 പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു കല്യാണം വിളിക്കാൻ ഒരുത്തൻ, അല്ലെങ്കിൽ വഴി ഒഴിക്കാൻ ഒരു ബൈക്ക് നിർത്തിക്കണം. ചേട്ടോ ചേട്ടാ എനിക്ക് ഭർത്താവിനെ തുടങ്ങി ഒന്ന് ചെന്ന് പറഞ്ഞിട്ട് ഇത് അത്രയും നേരം വഴക്കിട്ട് നല്ല ഭാഷാപരത്തിൽ സൂചിപ്പിക്കുകയായിരിക്കും. എങ്ങനെ ഭാര്യ ഭർത്താവ് തമ്മില് നല്ല ഭാഷാപരത്തിൽ സൂചിപ്പിക്കുന്ന സമയത്ത് മോളെ മോളെ ഒന്ന് പോയി നോക്കി ഒന്ന് പറഞ്ഞു കൊടുത്ത് മകളോട് പറഞ്ഞു കൊടുത്തേ, അല്ലെങ്കിൽ മോള് പറയും ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതല്ല സംഭവം. എന്റെ തല്ലുപിടുത്തം, എന്റെ വഴക്കുപിടുത്തം മറ്റുള്ളവരെ കാണിക്കാനോ അറിയാനോ പാടില്ല. അതുകൊണ്ടല്ലേ സത്യമാണ്, നല്ല കാര്യം. പക്ഷേ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ്, ഒരാമേ പറഞ്ഞേ, നിന്റെ ഹൃദയത്തിൽ വസിച്ച് നിന്നെ നയിക്കുന്ന കർത്താവ്. ഇവിടെ പറഞ്ഞല്ലോ, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിരുന്നു. എങ്ങനെ നടത്താനാ പറഞ്ഞേ? കഷ്ടതയെ, ദുരിതവും ക്ഷീണവും തകർച്ചയെ, ദുരിതങ്ങളും നിരാശയെ കണ്ണീരും അതല്ല, ആനന്ദത്തോടെ അവൻ നടത്തും. ഒരാമേ പറഞ്ഞേ ഹല്ലേലൂയ.